സ്ട്രെസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫ് നമ്മളെ കയ്യിൽ നിന്ന് പോകും, പിടുത്തം വിട്ടു പോകും. സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ ലൈഫിൽ ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നുകൊണ്ടേയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്നറിയോ? നമുക്കൊരു കാര്യത്തിൽ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞെന്ന് വിചാരിക്കുക, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കും ആദ്യം. രണ്ടാമത് നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, മൂന്നാമതും നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ പ്രശ്നം കൂടുതൽ കൂടുതൽ വഷളായി തുടങ്ങും. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കും, ഓഫ് കോഴ്സ് നോർമൽ തിങ്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ പരിഹാരമാണ്, പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ്, വഴികളാണ് നമ്മൾ തേടേണ്ടത്. അല്ലാതെ വീണ്ടും വീണ്ടും ആ പ്രശ്നമല്ല ആലോചിക്കേണ്ടത്. നമ്മൾ എത്രത്തോളം ആ ഒരു പ്രോബ്ലം ഫോക്കസ് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കുന്നോ, സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങും. ഉത്തരമില്ലാത്തൊരു ചോദ്യം പോലെ ആ ഒരു പ്രശ്നം നമ്മളെ ലൈഫിൽ ഇങ്ങനെ നിൽക്കും. നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കണം, അതിനൊരു സൊല്യൂഷൻ വേണം, അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ മാറിയിട്ട് അതിനുള്ള വഴികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോഴേ നമുക്ക് പതുക്കെ പതുക്കെ ആ സ്ട്രെസ് കുറയുള്ളൂ. കാരണം നമുക്ക് ആ ഒരു സൊല്യൂഷൻസ് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറെ ഐഡിയാസ് വരും. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതാണ് ഇതിന്റെ വഴി, ഈ ഒരു മാർഗത്തിലൂടെ പോയാൽ മതി. ഇങ്ങനെ പരിഹാരങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കുറയാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ആദ്യം ഉണ്ടായ സ്ട്രെസ്സിനേക്കാൾ കുറച്ചൊന്ന് കുറയും. പിന്നെ ഇത് എല്ലാ പ്രശ്നങ്ങളിലും വർക്ക്ഔട്ട് ആവൂല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമുക്ക് ഒരുപാട് സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് എന്താ പറയുക വളരെ ഡീപ്പായിട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാം. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പല ആളുകൾക്കും മെഡിറ്റേഷൻ എന്നുള്ള ആ ഒരു ഇത്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ആ ഒരു വേർഡ് കൊണ്ട് അർത്ഥം വെക്കുന്നത് ഈ രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക, ആ ഒരു കാര്യം മാത്രമല്ല ഒരു പ്രോപ്പർ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബ്രീത്തിങ് ലെവൽ ഉണ്ടല്ലോ, നമ്മൾ നോർമലി എടുക്കുന്ന ബ്രീത്തിങ് ലെവൽ, ആ ഒരു ബ്രീത്തിങ് ലെവൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പഠിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വളരെയധികം ചൂടാകുന്ന സമയത്തും വളരെയധികം സങ്കടപ്പെടുന്ന സമയത്തും നമ്മുടെ ബ്രീത്തിങ് ലെവൽ ഇങ്ങനെ മാറും. കണ്ടിട്ടില്ല, ഇങ്ങനെ നല്ല രീതിയിൽ കരയുന്ന ആളുകൾക്ക് ബ്രീത്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെ ആ ഒരു ഇത് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് ലെവൽ മാറുന്ന സമയത്താണ് നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിടുക. അതേപോലെ നല്ല ദേഷ്യപ്പെടുന്ന ആളുകൾ, അവർ ഇപ്പം നിങ്ങൾ തന്നെ സ്വയം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത്, നിങ്ങൾ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ട ഒരു സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബ്രീത്തിങ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും, സ്പീഡ് കൂടും ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ. ആ ഒരു സമയത്ത് നിങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞു കിട്ടില്ല, നമ്മൾ ടെൻഷൻ കൂടുന്ന സമയത്തൊക്കെ നമുക്ക് ഒരാളുകൾ പറഞ്ഞൊരു ബ്രീത്ത് ചെയ്യ്, ഇൻഹെയിൽ എക്സെയിൽ എന്ന് വെറുതെ. ചില ആളുകൾ അത് വെറുതെ ഒരു എന്താ പറയുക, പണ്ട് ആരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് പറയാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അതൊരു തരത്തിലൊരു മെഡിറ്റേഷൻ ആണ്. കാരണം ബ്രീത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാണ്. അതായത് നമ്മൾ ഇൻഹെയിൽ, നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കും, എന്നിട്ട് ഒരു 3 സെക്കൻഡോ 5 സെക്കൻഡോ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യും, എന്നിട്ട് പതുക്കെ എക്സീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ബ്രീത്തിങ് ലെവൽ കൺട്രോൾ ചെയ്തൊരു 10 വട്ടമോ 5 വട്ടമോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവും. കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആയിക്കോട്ടെ, ഒരു പ്രശ്നത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ പെട്ടെന്നുള്ള റിയാക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്ന് പെട്ടെന്ന് നമുക്ക് ദേഷ്യപ്പെടുന്ന ആ ഒരു സമയത്തൊക്കെ നിങ്ങളൊന്ന് കാമായിട്ടൊരു 4-5 തവണ ഒരു ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്തതിന്റെ രീതി മാറും. മാർക്ക് മൈ വേർഡ്സ്, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. അതായത് എല്ലാ പ്രശ്നത്തിലും ലൈക്ക് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതേപോലെ ബ്രീത്ത് എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇപ്പൊ ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കുക, ചൂടാവുക ചെയ്യാണ്, ആ ഒരു സമയത്ത് നമുക്കും തിരിച്ച് ഓക്കെ അതേപോലെ പറയാനൊക്കെ പറ്റും. പക്ഷെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സിറ്റുവേഷൻസിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്ന രൂപത്തിലാണ്. നമ്മളോട് ബിഹേവ് ചെയ്യുന്ന പോലെ വളരെ മോശമായിട്ട് തിരിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റിയാണ് അവിടെ പോകുന്നത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആള് നമ്മളോട് എങ്ങനെ പറയുന്നു, എങ്ങനെ സംസാരിക്കുന്നോ, അതിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവിടെയാണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത്. സോ ആ ഒരു സമയത്ത് നിങ്ങളോട് ഒരാൾ മോശം തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഇങ്ങനെ ബ്രീത്ത് എടുക്കുക, ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് എക്സേൽ ചെയ്യുക. ഒരു 3 വട്ടം മിനിമം ഒരു 3 വട്ടം ചെയ്താൽ മതി, ആ ഒരു റിയാക്ഷന്റെ ലെവൽ മാറും, കൺഫേം ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ആളിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം
ഡെയിലി, അതായത് അത്രയും വലിയ സ്ട്രെസ് ആകാൻ കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് അത്രയും ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെ ലൈഫിൽ അത്രയും കണക്ട് ആയ ഒരു പ്രശ്നമായിരിക്കാം. സോ അത് കൂടുതൽ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവുക. സോ ഒരു കുറച്ച് ദിവസം ഇതൊരു റൊട്ടീൻ പോലെ ആക്കിയെടുക്കുക. ഇത് ഏറ്റവും ബെനിഫിറ്റ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് ഫ്രഷ് ആണ്. നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ബോഡി ആയിക്കോട്ടെ മൈൻഡ് ആയിക്കോട്ടെ ഫ്രഷ്നെസ്സിൽ നിൽക്കുന്ന സമയത്താണ്. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ലൈക്ക് ഒരു 10 വട്ടം ഇങ്ങനെ ബ്രീത്ത് എടുത്ത് നോർമലൈസ് ചെയ്ത് ഇങ്ങനെ ബ്രീത്തിങ് ലെവലൊക്കെ ബോഡിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ചേഞ്ചസും ലൈഫിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന്, അതായത് ബ്രീത്തിങ് ലെവല് നമ്മൾ കൺട്രോൾ ചെയ്ത് പഠിക്കുക. ഇൻഹേൽ എക്സേൽ നോർമൽ തിങ് ആണ്, അതല്ലാണ്ട് വേറെ ഒന്നുമല്ല. നോർമലായിട്ട് ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുക, അങ്ങനെ ചെയ്ത് പഠിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് എന്ത് കാര്യത്തിലാണോ കൂടി വരുന്നത്, ഒന്നും ചെയ്യാതെ ഒരു ബുക്ക്, ഒരു പെന്ന്, ഒരു പ്രൈവറ്റ് സ്പേസ്, മറ്റാരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഇപ്പൊ നിങ്ങളുടെ സ്വന്തം റൂമിൽ നിങ്ങളൊരു ചെയർ ഇട്ടിട്ട് ലൈക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്താണോ നിങ്ങളുടെ പ്രോബ്ലം, എന്ത് കാര്യത്തിലാണോ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നത് എഴുതുക. ഇരുന്ന് എഴുതുക തുടക്കം മുതൽ. മേ ബി അതൊരു 10 20 പേജ് ഉണ്ടായിക്കോട്ടെ, മേ ബി ഒരു 50 പേജ് ഉണ്ടായിക്കോട്ടെ, ഇരുന്ന് അങ്ങോട്ട് എഴുതുക. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതൊരു ഫാക്റ്റാണ്. നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ ഇത്ര ആണെങ്കിൽ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ആ പ്രശ്നം ചിലപ്പോൾ ഇത്ര ഉണ്ടാവും. കാരണം അതിന്റെ ഡീപ്പ് ലെവലിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചില്ല എഴുതുന്ന സമയത്ത്. ചിന്തിക്കുന്ന സമയത്തല്ല, പക്ഷെ എഴുതുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതുക. ഒറ്റയ്ക്കിരിക്കണം, മറ്റൊരാളുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, ഒരാളെ കൂടെ ഇരുന്ന് എഴുതരുത്, അല്ലെങ്കിൽ ഒരു പുറത്തൊരു കഫേയിൽ ചെന്നിട്ടോ അങ്ങനത്തെ ഒരു പബ്ലിക് സ്പേസിലേ ആവരുത്. പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് എഴുതുക. ഇരുന്ന് എഴുതൻ അത് കംപ്ലീറ്റ് എഴുതിയൊരു പോയിന്റിൽ എത്തുമ്പോൾ ഭയങ്കര ഒരു റിലീഫ് കിട്ടും. കാരണം നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ യൂസ്ഫുൾ ആകുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു ബുക്കിലേക്ക് നമ്മൾ പകർത്തി എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ അങ്ങോട്ട് പോവാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മളൊരു ബുക്കിലോട്ട് എഴുതുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് നമ്മളിൽ നിന്നാണ് പോവാണ്. ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്യാം. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എടുക്കാതിരിക്കുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ദാറ്റ്സ് അപ് ടു യു. ബട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് ലെവൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക. അതൊരു റൊട്ടീൻ ആക്കുക. അതായത് ഒരു ദിവസത്തേക്ക് മാത്രമാക്കാതെ വേണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് ലെവലിലുള്ള ഒരു ക്വാളിറ്റി മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ അതൊരു റൊട്ടീനിലേക്ക് മാറ്റുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ ലൈഫിൽ പിന്നെ പല സമയത്തും ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതായത് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവുന്ന സമയത്തോ, ടെൻഷൻ കൂടുന്ന സമയത്തോ, ആങ്സൈറ്റി വരുന്ന സമയത്തോ, അങ്ങനത്തെ സമയത്തൊക്കെ നിങ്ങൾ പിന്നെ ഇതിങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. കാരണം ഇതൊരു തരത്തിലൊരു മെഡിസിനാണ്. നമുക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗുഡ് മെഡിസിൻ എന്ന് പറയാം. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ രണ്ടാമത് ഇരുന്ന് എഴുതുക. ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ഒരാളോട് പോയി ഷെയർ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ബട്ട് ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. കാരണം എപ്പോഴും നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാവില്ല എന്നത് ഒരു വലിയ ഫാക്റ്റാണ്. അത് ആരോ ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും, ക്ലോസ് ഫ്രണ്ട് എന്ന് പറയും, ഫാമിലി ആയിക്കോട്ടെ, ലൈക്ക് ആരോ ആയിക്കോട്ടെ, ഡസന്റ് മാറ്റർ. നമ്മുടെ കൂടെ എപ്പോഴും അയാൾ ഉണ്ടാകണം എന്നൊരു നിർബന്ധമില്ല. അതൊരു റിയൽ ഫാക്റ്റാണ്. സോ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അനുഭവിക്കുന്ന സ്ട്രെസ് അത് ഒരാളോട് ഷെയർ ചെയ്താൽ നമുക്കൊരു റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുതല്ലോ. സോ സ്വയം ഒന്ന് ഹീൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ മാർഗങ്ങളാണിത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രീത്തിങ് ലെവൽ, ലൈക്ക് ഒരു മെഡിറ്റേഷൻ ടൈപ്പിൽ, പിന്നെ അതുപോലെ തന്നെ എഴുതുക. പിന്നെ ഏറ്റവും എന്താ പറയാ വെറൈറ്റി ആയിട്ട് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട്. മേ ബി ഇത് എല്ലാവർക്കും പോസിബിൾ ആകണമെന്നില്ല. യാത്ര പോവാം. പറ്റുമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക്. എനിക്കിഷ്ടം അതായതുകൊണ്ട് മാത്രമല്ല, അവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ അറിയാം, നമ്മളെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ലൈഫിൽ ചിലപ്പം വളരെ ചെറിയ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയും. ആ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു യാത്ര പോയി നോക്കണം. അതേ പറയുന്നത് അത് മേ ബി എല്ലാവർക്കും പറ്റണം എന്നില്ല. പല ആളുകളുടെയും സിറ്റുവേഷനും പല ആളുകളുടെയും എന്താ പറയാ
പല പല പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ ഒരു യാത്ര പോവാന്നുള്ളത് മേ ബി എല്ലാവരും കൊണ്ട് പോസിബിൾ ആയ ഒരു കാര്യമാണെന്നില്ല. പക്ഷെ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, ഒരു യാത്ര പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിൽ യാത്ര ചെയ്യാം ഒറ്റയ്ക്ക്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരും, ലൈക്ക് ഞാൻ അത് പ്രിഫർ ചെയ്തതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കൊരു യാത്ര പോയിരിക്കണം. അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്ന് മനസ്സിലാക്കണം. ആ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേനും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കുറേ ദൂരത്തോട്ട് എത്തിയിട്ടുണ്ടാവും. പ്രശ്നങ്ങൾ മേ ബി വളരെ ചെറുതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ പ്രശ്നം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. കാരണം അതിന്റെ മെഡിസിൻസ് നിങ്ങൾ ആ യാത്രയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടാവും. സോ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് നിങ്ങൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം ഒരു ടെൻഷൻ, ആങ്സൈറ്റി ആ ഒരു സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, നല്ല രീതിയിൽ ബ്രീത്തിങ് കൺട്രോൾ ചെയ്ത് പഠിക്കുക, അതൊരു റൊട്ടീനാക്കി മാറ്റുക. രണ്ടാമത്തത്, ഇരുന്ന് എഴുതുക, പ്രശ്നങ്ങൾ എന്താണ്, അനുഭവിക്കുന്ന വേദനകൾ എന്താണ്, ഇരുന്ന് എഴുതുക. മൂന്നാമത്തത്, പറ്റുന്ന അത്രയും ആളുകൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് നോക്കുക. മാർക്ക് മൈ വേർഡ്സ്, അത് കിടിലം മെഡിസിനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. സ്ട്രെസ് ആയിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, ഇത് കൂടുതൽ വഷളാക്കാനുള്ള പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ പ്രശ്നങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ, സ്ട്രെസ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് അതിൽ നിന്നൊരു രക്ഷ നമുക്ക് കിട്ടൂല. രക്ഷ കിട്ടണമെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴികളും മാർഗങ്ങളുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും പ്രശ്നത്തിലേക്കാണ് പോവുക. സൊല്യൂഷൻസ് എവിടെയാണെന്ന് ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണം. സോ അവിടെയാണ് കാര്യങ്ങൾ മാറുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറുമ്പോഴേ കിട്ടുന്ന റിസൾട്ടിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. സ്ട്രെസ് ആയിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് കുറേയൊക്കെ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പറയുന്നില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്ലൈ ചെയ്യും.